നമ്മളെപ്പോഴും ഇങ്ങനെ ഹോളിഡേയ്സോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി കേട്ടോ, ചെറിയൊരു ഡേ ഔട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴായാലും നമുക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ChatGPT-യിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ChatGPT-യിൽ ഇട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ChatGPT-യിൽ ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഇപ്പം നമ്മളാണെങ്കിൽ ഇവിടെ പ്രാഗിൽ വന്നേക്കാം കേട്ടോ കുറച്ച് ദിവസത്തേക്ക്, ചെക്ക് റിപ്പബ്ലിക്കിലെ. അപ്പോൾ നമ്മൾ ഒന്ന് കൊടുക്കുകയാണ്, ഇന്ന ഡേയിൽ ഞാൻ അവിടെ അറൈവ് ചെയ്യുന്നു, എൻ്റെ മെയിൻ അട്രാക്ഷൻസ് എനിക്ക് പോകണമെന്നെങ്കിൽ സൈറ്റ് സീയിങ് ആവാം, അല്ലെങ്കിൽ ഫുഡ് ആവാം, ക്രിസ്മസ് മാർക്കറ്റ് ആവാം, ഇങ്ങനെയാണ് എൻ്റെ ഒരു ഐറ്റിനറി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ട് പറയും കേട്ടോ, ഇന്ന ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര മണിക്ക് ഇവിടെ പോവാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് ഫുൾ ഡേ പ്ലാൻ കിട്ടും, ഇന്ന സ്ഥലത്ത് പോയിക്കാൻ നല്ല ഫുഡ് കിട്ടും. അതല്ല നമുക്ക് ഇനി എന്തെങ്കിലും ഹിഡൻ ജെംസ് ഒക്കെ ചോദിക്കണമെങ്കിൽ അതൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ, ഒരു ഡേ എങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ദിവസം പോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ 3 ഡേ പ്ലാൻ വരെ ചോദിച്ചു കേട്ടോ, അതൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമുക്കടെ പിന്നെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടാമല്ലോ. അപ്പോൾ ChatGPT-യെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം കൊണ്ട് എനിക്കറിയാൻ പണ്ടായില്ല, നിങ്ങൾ കുറേ പേർക്ക് അറിയായിരിക്കും. നമ്മൾ മറ്റേ എന്താ പറയുക, ലെറ്ററും ഇമെയിലൊക്കെ ഏതാണ് മെയിനായിട്ട് പുള്ളിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെയും ഉപയോഗങ്ങളുണ്ട്, നമ്മുടെ ഡേ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ.